ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയ ആ ഒരു വ്യക്തി കറൻ്റ്ലി ഇപ്പോൾ എന്തിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ള ആ ഒരു കർമ്മഫലം അവർ അനുഭവിക്കുകയാണോ, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. നിങ്ങൾക്ക് 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, മൈൻഡ് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് എംപറർ, കിങ് ഓഫ് wands, 8 of cups, tower card, lovers card, 2 of swords, 3 of swords, devil card, justice and sun card. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാനാണ്. ഓക്കെ, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ രീതിയിലൊരു നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള ആ ഒരു പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു. ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കും. ആൻഡ് അവർ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, അതായത് ഒരു തേർഡ് പാർട്ടി കാരണമാണ് എന്നുള്ളതാണ്. ആൻഡ് അവർ ആ ഒരു തീരുമാനമായി മുന്നോട്ട് പോയത് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് എന്നുള്ളതും കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് കപ്സ്. അത് നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി ആ ഒരു ഇമോഷൻസും കാര്യങ്ങളിൽ നിന്നൊക്കെ ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പോയിരുന്നു. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ആൻഡ് ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ടവർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിലൊരു ബ്രേക്ക് ഡൗണിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെയാണ് ആ ഒരു നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലവേഴ്സ് കാർഡ്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടാണല്ലോ ആ മറ്റൊരു വ്യക്തിയായിട്ട് ആ ഒരു പാർട്ട്ണർ പോയിരുന്നത്. ആ ഒരു തീരുമാനം തെറ്റായി പോയി എന്നൊരു റിയലൈസേഷൻ ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്നപ്പോൾ ഉള്ള നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് നെക്സ്റ്റ് 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്, നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ കറൻ്റ് നിന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവർക്കിടയിൽ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് അത് മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ 3 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങൾ അനുഭവിച്ചതിൻ്റെ പെയിൻ ആ ഒരു വ്യക്തി ഇപ്പോൾ ഡബിളായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് അവർ ചെയ്തതിൻ്റെ കർമ്മഫലം അവരിപ്പോൾ കറൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആ ഒരു നെഗറ്റീവ് ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ ഡീൽ ചെയ്യുന്നത്. അതിൽ നിന്നും ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ആ ഒരു വ്യക്തി കറൻ്റ്ലി ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കർമ്മ എന്ന് പറയുന്നത്
നിങ്ങളെ ആ ഒരു വ്യക്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു റിയലൈസേഷനും ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവർ നിങ്ങളോട് ചെയ്ത തെറ്റ് അതിനൊക്കെ ഉള്ളത് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കറൻ്റ്ലി ഈ ഒരു സമയം. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് സൺ കാർഡ് വന്നിട്ടുണ്ട്. സോ സൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ നിങ്ങളോട് ചെയ്ത ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഫൈനലി അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു ബോധം വരുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്, മിസ്സ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഈ ഒരു അനുഭവങ്ങളൊക്കെ അവർ വളരെ വലിയ രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെൻ്റലി അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എന്ത് തീരുമാനം എടുക്കണമെന്ന് പറ്റാണ്ട് അവരിപ്പോൾ മെൻ്റലി ആയാലും മൊത്തത്തിലൊന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഹാങ്ഡ് മാനാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് കുറച്ച് ബോധമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു മറ്റൊരു തരത്തിൽ ഒക്കെ മറ്റൊരു ആംഗിളിൽ നിന്നൊക്കെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുക, സ്റ്റക്കായി നിൽക്കുകയാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു തേർഡ് പാർട്ടി കാരണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പോയത് വളരെ കോൺഫിഡൻറ്റോടു കൂടി ബോൾഡായിട്ടാണ് നിങ്ങളിൽ നിന്ന് പോയത്. നിങ്ങളെ നല്ല രീതിയിൽ ആ ഒരു വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നല്ല പണി തന്നെ ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ഫേസിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ കർമ്മ എന്ന് പറയുന്നത് റിയലാണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള അഡ്വൈസ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Magician card, 2 of Cups, 3 of Cups, 5 of Pentacles, 6 of Cups. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗൈഡൻസിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന മെജീഷ്യൻ കാർഡാണ്. സോ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. സോ നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് പറയുന്നത്. യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഒരിക്കലും നിങ്ങൾ വീക്കായിട്ട് നിങ്ങളെ കാണരുത്. നിങ്ങൾക്ക് അതിനുള്ള പവറുണ്ട്. ഇപ്പോൾ പണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എറേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഹീലാകുക. ഇപ്പോൾ നിങ്ങൾ ആ ഒരു പവർ എടുക്കണം. ആ ഒരു ഡിസിഷൻസൊക്കെ എടുക്കാനുള്ള ഒരു ചാർജ് അതായത് ഇത്രയും നാൾ മറ്റൊരു വ്യക്തിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നതെങ്കിൽ ഇനി നിങ്ങൾ വേണം ആ ഒരു കൺട്രോളല്ല, ആ ഒരു എന്താ പറയുക, ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി 2 വ്യക്തികളും കൂടെ എടുക്കേണ്ടതാണ്. സോ അത് 2 വ്യക്തികളുടെയും കൂടെ തീരുമാനമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുറച്ചുകൂടെ പവർ വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ട്രൂ ലവും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും സക്സസ്സും ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു എനർജി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. സോ യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ്, നമുക്ക് 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കുള്ള ആ ഒരു ട്രൂ സോൾമേറ്റ് കണക്ഷൻ അത് ഉണ്ട്. സോ അത് നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ആ ഒരു ഫ്യൂച്ചറിൽ ആ ഒരു സോൾമേറ്റിനെ കാണാനും അതുപോലെ തന്നെ ആ ഒരു എന്താണോ ആ ഒരു ട്രൂ ലവ്, ആ ഒരു ജെനുവിൻ ലവ് നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ അത് പുതിയൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ, അതല്ല ഒരു റീയൂണിയൻ എന്നൊരു സെൻസിലാണെങ്കിലും അങ്ങനെ. അപ്പോൾ ആ ഒരു ലവ് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വഴി അത് മുന്നോട്ട് ഇനിയും ബ്യൂട്ടിഫുള്ളായി കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ മൂന്നാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3 ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് ഡൗൺ ആയിരിക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ പോകാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക.
ചെറിയ രീതിയിലുള്ള ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് തേർഡ് കാർഡിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷന് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റിനും ആ ഒരു ലവും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും ഇതൊക്കെ ആ ഒരു പോസിറ്റീവ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുമെന്നുള്ളതാണ്. അതിന് നെക്സ്റ്റ് 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോഴും ആ ഒരു പാസ്റ്റിലെ ട്രോമ അല്ലെങ്കിൽ പെയിനിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വീണ്ടും നിങ്ങൾ ഡൗൺ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ക്ലോസ് ആയി. ഇനി എന്താണ് നെക്സ്റ്റ് ചാപ്റ്റർ, അതിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കൊന്നും അല്ല, നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ളൊരു ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളെ തേടി എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. ആൻഡ് നമുക്ക് ഫൈനലി 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റിയൂണിയൻ്റെ കാർഡായിരിക്കാം, മേ ബി, അറിയത്തില്ല. ഇപ്പോൾ റിയൂണിയൻ്റെ കാർഡാണെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അത് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെ ശരിക്കും ഹാപ്പിയാക്കുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓവറോൾ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ നിങ്ങളിൽ തന്നെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ട്രൂ ലവ് നിങ്ങളെ തേടി വരും. ആൻഡ് നിങ്ങൾക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ്റെ കാർഡ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഹാപ്പിയായി പോസിറ്റീവായി ഇരിക്കുക എന്നുള്ളതാണ്. പഴയ കാര്യങ്ങൾ ചിന്തിച്ച് ഇപ്പോഴും ഇരിക്കരുത്. ആൻഡ് നെക്സ്റ്റ് ഒരു സ്മോൾ ചാൻസ് ഫോർ റിയൂണിയൻ കാണുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വന്നാലും നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പവർ വേണം. ഓക്കെ, ഒരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാകരുത്. സോ നിങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പാസ്റ്റിൽ നടന്ന മിസ്റ്റേക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്നും കൂടി നോക്കാം. Friday 16 J August March external influence Z trust issues 14 communicate openly W June H X 5 R spend quality time 12 10 Y 23 G 15 commitment N wait few months show appreciation morning F
സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും നല്ലൊരു പെയിനിലൂടെയാണ് ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ട്രൂ ലവ് ഒക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. സോ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ ഒന്ന് സെൽഫ് കെയർ ചെയ്ത് സെറ്റാക്കി എടുക്കുക. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.